നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേൾക്കണം. കഥ ഞാൻ പറഞ്ഞു തരാം. ഫ്ലാഷ് ബാക്ക്. എന്തുമാത്രം ചെയ്യാൻ പറ്റുക ചെയ്തോ. എത്രയൊക്കെ ചെയ്താലും എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഹാർഡ് വർക്ക് മാത്രം ചെയ്യും. അത് മാത്രമല്ല, ലാൻഡ് റോവർ ഉണ്ട് എനിക്ക്. ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. അടുത്തൊരു വണ്ടി ഓൺ ദ വേ, പോർഷെ പനമേര. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. 3 weeks later. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സമയം എടുത്തേ വരത്തുള്ളൂ, മനസ്സിലായി. ഇപ്പൊ ആരെങ്കിലും ധൃതി ഉണ്ടോ? ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? സിനിമ സ്റ്റൈലൊക്കെ ആവുമ്പോ ഒരു ട്വിസ്റ്റ് ഒക്കെ വേണ്ട. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവടിയാതെ ആത്മധൈര്യത്തോട് പൊരുതുന്ന മലയാളിയുടെ വിജയമാണിത്. ജയകൃഷ്ണന്റെ വിജയമാണിത്. എന്റെ പുണ്യാളം കൊണ്ടുവന്ന ഇവനെ അടിപൊളി. ഇതെങ്ങനെ ചെയ്തു? വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. 2000 ചെലവ്. എന്നെ നോയിച്ചണ്ടല്ലോ. ഞാൻ മൂർഖൻ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.